ഉമ്മ കൊടുക്കി കൊടുക്കി നീ കടി ഓണം അപ്പോ ഗെയ്സ് ഇമ്മ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ? നിങ്ങൾ എന്താ ഉണ്ടാക്കണേ? എന്ത് കറിയാ? കോഴിക്കറി. ഞങ്ങള് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ മുതൽ രാത്രി ഉറങ്ങണത് വരെ ഞങ്ങളെ ഇന്നത്തെ ലൈഫ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണാലമ്മ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. അപ്പൊ നേരം ഇപ്പൊ താത്തത ചായ കുടിക്കുന്നു. ഇരുട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോ നേരത്തെ നീക്കാണ്. കണ്ടോ, ഇരുട്ട് വെളിച്ചം വെച്ച് തുടങ്ങുന്നുള്ളൂ. ഉമ്മത കോഴിക്കാരി ആയതുകൊണ്ട് ഇമ്മാന്റെ ഡ്യൂട്ടിയാണെന്ന്. നമ്മള് തേങ്ങ വറക്കുവാണ് കോഴിക്കറിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ തേങ്ങ അരച്ചൂലമ്മ? തേങ്ങ വാങ്ങു. പാർട്സ് ആണോ അത്? ചിക്കനോ പാർട്സാ? എല്ലാം കൂടി. ഇന്നലെ ബിരിയാണി വെച്ചിന്റെ ബാക്കി അതിലിടാൻ പറ്റാത്തൊക്കെ പിടിക്കാതെ ആക്കിയാണ്. അപ്പൊ ഇതാ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. പുളിദോശ, മസാല ദോശ, പുളിദോശ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ദോശ ചുട്ട് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അപ്പം റെഡി ആയിട്ടോ. ഈ അപ്പം ചൂടോടൊക്കെ തിന്നണേലമ്മ. കറി പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാ. നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ എന്താണ് ഇത്ര തോനെ മാവൊക്കെ കൂട്ടിക്കണെന്നുള്ളത്. ഉമ്മ എന്തിനാണ് നമ്മൾ ഇത്ര തോനെ മാവ് കൂട്ടിക്കണത്? ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? കുട്ടികളും മക്കളൊക്കെ 20 അപ്പൊ ഇന്ന് പെങ്ങന്മാരൊക്കെ വന്നിങ്ങനെ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര തോനെ, താത്താരും എല്ലാരും ഉണ്ട് കുട്ടി. അപ്പൊ ഞങ്ങള് അതുകൊണ്ടാണ് ഇത്ര തോനെ മാവൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം എല്ലാവർക്കും തികയണ്ടേ. എന്താ മക്കളെ നിങ്ങൾക്ക് നീക്കാനായില്ലേ? നേരെ സൂര്യ മൂട്ടക്ക് ഉദിക്കലോടുത്തിരിക്കണ്. ഒന്ന് നീച്ചാണ്. നീക്കടി. എന്താ പോലെ കഥ. ഇത് നല്ല കഥ. ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം. ഷിക്കോ നീച്ച നീക്കടി. ഓണം നീക്ക് നീക്ക് നീക്ക്. നിങ്ങളെ പേരിലുണ്ട മക്കളെ ഇങ്ങനെ കിടന്നുറങ്ങണവര്. സൂര്യ ഉദിച്ച് 10 മണി ആയിക്കണം. ഇപ്പോഴും ഇവരെ നീക്കാൻ ഒരാൾക്ക് നീച്ചോളി. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം 7:30 മണി കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞങ്ങളെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടോ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ മരങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ തീ കായാൻ വന്നിക്കാണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തീ കായുന്ന വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തീ കായാൻ എൻ്റെ കൂടെ ഉള്ളത് എന്താ ഇവിടെ എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചോരിയിട്ട് ചമ്മലൊക്കെ ഇതാക്കാൻ. ഇവங்க പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് വന്നതാണ്. കണ്ടോ അപ്പോൾ എനിക്ക് എന്നോട് ഇത്ര ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഞാൻ കിടക്കണോടത്തുനിന്ന് വിളിച്ചപ്പോൾ ഇതിന് മണ്ടി വന്നിക്കണ്. എനിക്ക് ഞാൻ ഇതാക്കി തരാം എനിക്ക് തണുക്കുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. ഇതൊക്കെ ഓളിനോട് പറയാൻ പറഞ്ഞതാന്നൊന്നും അല്ല കേട്ടോ. ഞങ്ങളെല്ലാരും ചാടിക്കാനിരുന്നു കേട്ടോ. അതെ ഞങ്ങൾക്ക് പറയാനുള്ള എന്തേലൊക്കെ പറയും. എല്ലാരും നിങ്ങളെ ഫാൻസാണ്. കഴിഞ്ഞ വീഡിയോ ഇട്ടതിൽ എല്ലാരും പറയുന്നുണ്ട് ഉമ്മ അടിപൊളിയാണ്, ഉമ്മാന്റെ ഫുഡൊക്കെ ഇനി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ നിങ്ങൾക്ക് ഓരോടൊക്കെ പറയുള്ളൂ? ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് പുതിയ വെറൈറ്റി എടുക്കാം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ താത്ത. ഓളെ ഇടയ്ക്കേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോ ഉള്ള വീഡിയോയില് ചിലപ്പം കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഗൈസ് ഞങ്ങള് നനക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ, ഞാനും ഉമ്മയും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്.
ഇതിപ്പോ നമ്മള് വെച്ചിട്ട് എത്രയായി? 4 മാസമായിട്ടോ. ഇതുണ്ട് നല്ലപോലെ വളരുന്നില്ല, എന്താണാവോ. എന്നാലും ഏകദേശമൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇത് സർവത്തിങ്കായൻ്റെ വള്ളി കേട്ടോ. ഇല്ല, അതമ്മാൻ്റെ കൈപ്പങ്ങ. ഉമ്മ ഉണ്ടാക്കിയ കൈപ്പങ്ങ ഒന്നെ ഉള്ളൂ. അടുത്ത ഇതോ രണ്ടാമത്തത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചെറിയ വള്ളിയാണ്. അപ്പോൾ കേസ് നമ്മളിഞ്ഞ് പരിപാടി ഇവിടെ നമുക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഈ മണ്ണൊക്കെ നമ്മൾ വീട്ടിൽ അവിടെ കൊണ്ടുപോയിടണം. അപ്പോൾ ഉമ്മ കോരി തരും, ഞങ്ങൾ കൊണ്ടുപോയിടും. ഇതാണ് ഞങ്ങളെ പണി. അപ്പൊ അവര് മണ്ണിൽ നിറക്കുന്നു ബാത്റൂം ശരിയാക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഞങ്ങളൊരു ബംഗാളി ഏൽപ്പിച്ചാണ് ശിവന്റെ ഉണ്ടാവാൻ. കുഞ്ഞിട്ടി അതെനിക്ക് പൊന്തു. ആ അത് കൊറച്ചുള്ളൂ. ബംഗാളി പറയണട്ടാ. അങ്ങനെ തന്നെ. എനിക്ക് മന്തി ഉണ്ട് കുറെ കൊണ്ടുപോയി മന്തി. ഇങ്ങനെ നിറച്ചു കൊണ്ടുപോകുന്നു. അന്ന് ഇവർക്കൊക്കെ ബംഗാളികൾക്കൊക്കെ ലീവല്ലേ നമ്മളോട്ടെ. ഏതമ്മ പെണ്ണ്? അതാ ഞമ്മള് ബംഗാളിയുടെ ഭാര്യയല്ലേ. ബംഗാളിയുടെ ഭാര്യ. ഒരുപാട് ആളുകൾക്കത് വാർക്കള് ഇല്ലേ? തീരെ പോരാ. പോരെ? തീരെ പോരാ, വേറെ ആളാക്കണം. പൈസ കൊടുത്താൽ മുതലാവില്ല. വെറുതെ റെസ്റ്റ് എടുക്കണോക്ക്. അവിടെ ഒരു ബംഗാളി റെസ്റ്റ് എടുക്കണം. എന്ത് കൊയ്യാ വയ്യ ക്ഷീണം. ഇപ്പനുള്ള അക്ഷരം യാ. എന്താ പേര്? എവിടക്ക പോണത്? കൊടുക്കി. ഉമ്മാക്ക് രാന്നുള്ള അക്ഷരം കേട്ടോ. ഉമ്മാന്റെ പേരെന്താ? ഉമ്മാക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയില്ല. ഷിക്കു. ഓക്കെ, ഷിക്കുവിന് അക്ഷരം ച. എന്താ പേര്? ഇമ്മാന്റെ പേരെന്താ? ഇപ്പാന്റെ പേര്? കൊടുത്തോ. ഓക്കെ, അടുത്താണ് തീച്ച. ഷെജുവിന് അക്ഷരം ഈ. എന്താ പേര്? ഈച്ചേ. ഓക്കെ, പേര് ഉമ്മ കൊടുത്തോണ്ടോ? ഈ പെരുവിന് നല്ല അക്ഷരവും. ഓക്കെ, പേരെന്താ? താത്തേ. രാവിലെ എന്താ കഴിച്ച്? ഉമ്മ കൊടുക്കി. കുഞ്ഞിട്ടിലൊക്കെയുള്ള അക്ഷരം ജായ. എന്ത് പേര്? ജാമോൻ. എന്താ രാവിലെ കഴിച്ച്? ജാമ്. എവിടുന്ന വരുന്ന്? ജപ്പാൻ. ചോയ്ക്ക്. നാളെ എന്താ പണി? നാളെ ജിമ്മിൽ പോണം. ജിമ്മിലെന്താ പണി? ജിം എടുക്കണം. ചോദിക്കണ ആൾക്ക് ചോര കിട്ടുന്നില്ല. ആന്റെ വല്യപ്പാന് വേറെന്താ? ജപ്പാൻ. വട്ടി. ഐസൂനുള്ള ചോദ്യം ആ വെച്ചിട്ട് പറയണം കേട്ടോ. എന്താണ് എന്റെ പേര്? ജോമു. എന്താ പേര്? വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് പല പേരെന്താ? എന്താ രാവിലെ കഴിച്ച്? അപ്പൊ കേസ് പെങ്ങള് പോവാണ്. ഒരു വിരുന്ന് കഴിഞ്ഞിട്ട് ഒരു പോവാണ്. എന്താണ് ഇനി എന്നാ വരിക? സ്കൂൾ മദ്രസ ഇല്ലാത്ത ദിവസോ? ഓക്കെ, വരണോ? ഞാനില്ല. ഞാൻ എന്നിട്ട് അവിടെ എവിടെ കിടക്കുക? എനിക്ക് എന്താ ഫുഡൊക്കെ മേടിച്ചില്ലേ?
അവിടുത്തെ ഫുഡോ? എനിക്ക് അല്ല, വിരുന്നേര് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മന്തി ബിരിയാണിക്ക് വെച്ചിരണം. വെച്ചുതരുമോ? ഞാനെവിടെ കിടക്കപ്പോ? അവിടെ സ്ഥലം ഉണ്ടാ? ഇപ്പൊ കോളേജൊക്കെ പോവാൻ എന്താ ചെയ്യാ? ബസ് ഉണ്ടോ നിങ്ങളവിടെ? അവിടെ ബസ്സൊന്നും ഇല്ലാന്നാണല്ലോ ഞാൻ കേട്ട്. അല്ലോ, കോട്ടപ്പുറത്തേക്ക് നടക്കണോ? ശരി ശരി. ഇനി എന്നാ വരിക? കുറച്ച് കഴിഞ്ഞിട്ടാ? ഇനിയിപ്പോലെ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയണം. ഓക്കെ, എന്തായാലും മദ്രസ ലീവ് ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഹായ് ഗൈസ് എന്ന് പറയും. ഞങ്ങള് ചിക്കൻ പഠിക്കാൻ പോവാന്ന് പറയും. ഇന്നത്തെ ഡിന്നർ ഇഫ ചിക്കൻ, അതിന്റെ കൂടെ പൊറോട്ട. എനിക്ക് ഏതാ വേണ്ട ഐസുവാ? ഏത്? ഇതോ? എനിക്കത് അത്ര. ഇപ്പൊ കേസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ടമ്മ ഇഫ ചിക്കൻ? എവിടെയാ? എങ്ങനെയുണ്ട് ഇഫ ചിക്കൻ? ഐസു എങ്ങനെയുണ്ട്? അത് പിന്നെ നമ്മള് ചിക്കൻ പൊരിച്ചത് മേടിച്ചു. പിന്നെ ഓൾറെഡി കഴിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നില്ല.